ഓം ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവസ്തരവേ ഗുരവേ നമഃ. ഓം നമോ നമഃ സമ്പ്രദായ പരമഗുരവേ. നമ്മൾ 24 ശ്ലോകങ്ങൾ കഴിഞ്ഞ കൃതികളിലൂടെ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു. ഇനിയിപ്പോ 25ആണ്. അതില് നമ്മള് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഭഗവാന്റെ അംഗപ്രത്യംഗ വർണ്ണനകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ 19-ാമത്തെ ശ്ലോകം നമ്മളോട് പറയുമ്പോൾ 19-ാമത്തെ ശ്ലോകത്തിൽ കഴുത്തിനെ കുറിച്ച്, കണ്ഠപ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് ഗുരുദേവൻ തരുന്നത്. 20-ാമത്തെ ശ്ലോകം കിരീടമാണ്. ആ കിരീടത്തെക്കുറിച്ചാണ് പറയുക. 21-ാമത്തെ ശ്ലോകം കുറുനിരകളെ കുറിച്ചാണ് പറയുക. 22-ാമത്തെ ശ്ലോകം പുരികക്കൊടികളെ കുറിച്ചാണ് പറയുക. 23 കണ്ണുകളെ കുറിച്ച് പറയുന്നു. 24 കവളുകളെ കുറിച്ച് പറയുന്നു. നോക്കുക, ശിരസിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും ഭഗവാൻ ഇവിടെ സവിസ്തരം വർണ്ണിക്കുമ്പോഴും അതോടൊപ്പം തന്നെ പ്രപഞ്ചതത്വവും ലോകതത്വവും സുബ്രഹ്മണ്യ മഹിമയും ഒരുപോലെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ അംഗങ്ങളും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ചൈതന്യവും ഒക്കെ തന്നെ പറയുന്നതോടൊപ്പം ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് തരുന്നതായ ആസ്വാദനം, ആശ്വാസങ്ങൾ, നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ. നമുക്ക് കഴിഞ്ഞ ശ്ലോകം നമ്മൾ നോക്കിയാൽ, രണ്ടാറു ലോചനം അതുണ്ടാറു വക്രമവ കൊണ്ടായ വണ്ണം ഒരു നോക്കുണ്ടാകിലായവന് രണ്ടാമതില്ല ജനി. ഭഗവാന്റെ ആ 12 കണ്ണുകളിലൂടെയുള്ള ദർശനം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയുക. 22-ാമത്തെ ശ്ലോകം അല്ലീശരാന്തകനും അല്ലീ സുതാപതിയും അല്ലീ വിശേഷഭവനും എല്ലീലയാ ഭകുല സല്ലീലയോടതി ജഗല്ലീലതായതുടനെ അല്ലീശരാതരുചി വല്ലീശനായ പളനി ചൊല്ലീശനായ ഭഗവത് ചില്ലി വിലാസം. ആ ഭഗവത് ചില്ലി വിലാസം, ആ തൃക്കണ്ണുകളുടെ പുരികക്കൊടികളുടെ വിലാസം, അത് നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചു വരണം. അങ്ങനെ ഓരോ ശ്ലോകങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും എത്ര സവിസ്തര, എത്ര ഭംഗിയായിട്ട്, എത്ര ആഴത്തിലും പരപ്പിലും അതിൻ്റെ സൗന്ദര്യബോധത്തോടും കൂടിയാണ് ഭഗവാനെ വർണ്ണിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. സൂക്ഷ്മമായി നമ്മൾ പഠിക്കണം. ഈ നമ്മുടെ ഈ കൃതി ഏതാണ്? കൃതി വിശാഖഷഷ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഓരോ ശ്ലോകങ്ങളും ഓരോ വാക്കുകളും ഒക്കെ നമ്മൾ സൂക്ഷ്മമായി പഠിച്ചു കഴിയുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളിലേക്കും പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും നമ്മൾ പോകും. ഭഗവാന്റെ ഓരോ സൃഷ്ടിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കുകളിൽ തന്നെ ആയിരക്കണക്കിന് അർത്ഥങ്ങളും ആശയങ്ങളും അതിൻ്റെ ബിംബവും പ്രതിബിംബവും ധ്വനിയും പ്രതിധ്വനിയും ഒക്കെ അതിനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. സൂക്ഷ്മമായി നമ്മൾ നോക്കണം എന്നുള്ളതേ ഉള്ളൂ. സൂക്ഷ്മദർശിനി വെച്ച് നോക്കണം. അപ്പം സൂക്ഷ്മദർശിനി വെച്ചാൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ സൂക്ഷ്മമാക്കി ഷാർപ്പാക്കി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാഴ്ചകൾ നമ്മൾ കാണുക. നമുക്കറിയാം, ദൂരദർശിനിയിലൂടെ നമ്മൾ ദൂരേക്കൊരു കാഴ്ച കാണുമ്പോൾ ദൂരദർശിനിയിൽ കാണുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്കറിയാം. വളരെ അവ്യക്തമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതെങ്കിൽ, അതൊരു സൂക്ഷ്മദർശിനിയിലോ ദൂരദർശിനിയിലോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയേറെ വ്യക്തമായ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ, വളരെ സുതാര്യമായ കാഴ്ചകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ബോധത്തെ ഇങ്ങനെ തേച്ച് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെയും ലഭ്യമാകുന്ന അത് തന്നെയാണ് മഹാഗുരുവിൻ്റെ കൃതികളിലെ ആഴങ്ങളിൽ ഉള്ള അതിൻ്റെ ധ്വനിയും പ്രതിധ്വനിയും ഒക്കെ നമുക്ക് കേട്ടറിയാനും അനുഭവിച്ചറിയാനും പറ്റും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ പോരുക. അങ്ങനെ പോകുമ്പോൾ മാത്രമാണ്
ഭഗവാന്റെ പൂർണ്ണ സ്വരൂപം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആ പുരികക്കൊടികളെ കുറിച്ച് വർണ്ണിക്കുന്നു, നെറ്റിത്തടത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു, കണ്ണിണകളെക്കുറിച്ച് വർണ്ണിക്കുന്നു, കവളിണകളെക്കുറിച്ച് വർണ്ണിക്കുന്നു, ഇനിയും ചുണ്ടുകളെക്കുറിച്ചും നാസികയെക്കുറിച്ചും ചെവികളെക്കുറിച്ചും ഒക്കെയുള്ള വർണ്ണനകൾ ഇനിയും കടന്നു വരും. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് ഏത് വിധത്തിലുള്ള അനുഗ്രഹങ്ങളെയാണ് ഈ ഓരോ അംഗങ്ങളും നമുക്ക് തരാൻ പോകുന്നത് എന്നാലോചിച്ച് നോക്കുക. നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഭവം എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കാറില്ല. പക്ഷേ ഈശ്വര സ്വരൂപികളായിരിക്കുന്നവരുടെ ഓരോ അംഗങ്ങളും അവയവങ്ങളും ഏതൊക്കെയോ ചിലതിനെ പ്രതിനിധാനം ചെയ്യുകയും എന്തൊക്കെയോ ചിലത് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഭക്തിക്ക് ഇത്രമാത്രം പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 25-ാമത്തെ ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. ശ്വാസാജഗജ്ജനി നിവാസാദിയും യദഭിഭാസാച തദ്വിലയവും നാസാപ്രഭാവവും ഉടയാസാരതത്വമഹിമാസാദിതും പണിതുലും യാസാദിതാഹൃദയ നീ സാധുവായുധരഥ സാരമല്ലതിനു നീ വാസായതൽപള നിവാസാധിരാജകുക നാസാപുടം കരുതുക. അപ്പൊ നമ്മൾ ഈ ഒരു ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാണനെ സ്വീകരിക്കുകയും എടുക്കുവാനും മാത്രം ഉപയോഗിക്കുന്ന നമ്മുടെ നാസികയ്ക്ക് വേണ്ടി, നമ്മുടെ മൂക്കിന് വേണ്ടി അതിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഇതെന്താണ്? ഭഗവാൻ സുബ്രഹ്മണ്യന്റെ തിരുമുഖത്തിരിക്കുന്ന ആ മൂക്ക് അല്ലെങ്കിൽ നാസിക, അതെന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുക? അതിലൂടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുക? അതിലൂടെ എന്തൊക്കെയാണ് നിയന്ത്രിക്കപ്പെടുക? ഈ പ്രപഞ്ചത്തിന്റെ നിർണായകമായ സ്വാധീനത്തിന്റെ ചരടുകൾ എപ്രകാരമാണ് ഭഗവാൻ തൻ്റെ ശ്വാസഗതികൾ കൊണ്ട് നിയന്ത്രിക്കുന്നത് എന്ന് ഭഗവാനോട് നമുക്ക് പറയുകയാണ്. അപ്പൊ ഇതാണ് ഈ 25-ാമത്തെ ശ്ലോകം പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോന്നുമായി ചേർത്ത് വെച്ച് പഠിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായ ചില ധാരണകളും ചില ആശയങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ശ്വാസാജഗജ്ജനി, അപ്പൊ ഈ ജഗത്ത് ജനിക്കുന്നു, ഈ പ്രപഞ്ചം ജനിക്കുന്നു. ആരുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ്? സുബ്രഹ്മണ്യ ഭഗവാന്റെ നാസികയിലൂടെ പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴോ ശ്വാസനിശ്വാസങ്ങൾ നടക്കുമ്പോഴോ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു, ഈ ജഗത്ത് ജനിക്കുന്നു. ശ്വാസം കൊണ്ട്. ആരുടെ ശ്വാസം കൊണ്ട്? സുബ്രഹ്മണ്യ ഭഗവാന്റെ ആ ശ്വാസം കൊണ്ട് ഈ ജഗത്ത് ജനിക്കുന്നു. മാത്രമാണോ? നിവാസം ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സൃഷ്ടി നടക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. നിവാസാദി, ജനി നിവാസാദി എന്ന് പറയുമ്പം ജനനവും സ്ഥിതിയും മരണവും, ജന്മവും സ്ഥിതിയും മരണവും. അപ്പൊ ഈ മൂന്നുമാണ് ഈ മൂന്ന് ദേവന്മാരുടെ എന്താണ് ധർമ്മമായി നാം അറിയുമ്പോൾ ഇവിടെ പറയുകയാണ്, ഭഗവാൻ പറയുകയാണ്, ഇത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതിലയ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിടെ സുബ്രഹ്മണ്യനും കൂടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഈ നാസികയിലൂടെ പ്രാണനെ ഉള്ളിലേക്ക് കടത്തുകയും പുറത്തേക്ക് കടത്തുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടത് ഒന്നുണ്ട്. ഭഗവാന്റെ ഈ ശ്വാസനിശ്വാസങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിയും സ്ഥിതിയും ലയവും നടക്കുന്നത് എന്നുകൂടി നാം ഓർക്കണം. ശ്വാസാജഗജ്ജനി നിവാസാദിയും, ശ്വാസാദ് എന്ന് പറഞ്ഞാൽ ശ്വാസം കൊണ്ട്, ശ്വാസഗതി കൊണ്ട്. ജഗത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. ജനി എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു. പിന്നെ നിവാസം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക, നിലനിൽക്കുക, നിവാസം ചെയ്യുക, നിവസിക്കുക. എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോണം. ശ്വാസാദ് എന്ന് പറഞ്ഞാൽ ശ്വാസം കൊണ്ട്. ജഗത് ജനി എന്ന് പറഞ്ഞാൽ ജഗത്ത് ജനിക്കുന്നു, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു. നിവാസാദിയും എന്ന് വെച്ചാൽ സ്ഥിതിയും ലയവും. യഥവിഭാസാച തദ്വിലയവും. ഭഗവാന്റെ യഥവിഭാസ, ഭഗവാനിൽ നിന്ന് പ്രസരിക്കുന്ന ചൈതന്യം കൊണ്ട്, പ്രകാശം കൊണ്ട് ഇതെല്ലാം പ്രകാശിക്കുകയും ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു, ജനിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. ആ ശ്വാസഗതി കൊണ്ട് ഇവിടെ പ്രകാശമാനമാകുന്നു. അതില് എല്ലാവരും ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ വിലയനവും നടക്കുന്നു, സംഹാരവും നടക്കുന്നു, ലയവും നടക്കുന്നു. സൃഷ്ടിയും സ്ഥിതിയും ലയവും അതിവിടെ സ്ഥിതി ചെയ്യുന്നതോടൊപ്പം തന്നെ അത് പ്രകാശമാനമായി നമ്മുടെ ഓരോരുത്തരുടെയും
എന്താണ് കണ്ണുകൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് തദ്വിലയവും ഭാസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിക്കുന്നു, പ്രഭചൊരിയുന്നു, നിലനിൽക്കുന്നു എന്നാണ് ഭാസാദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ശ്വാസാജഗജ്ജനി നിവാസാദീം യദവിഭാസാജ് തദ്വിലയവും തത് അതിൻ്റെ ഏതൊന്നിൻ്റെ ആണോ അതിൻ്റെ, തത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ അർത്ഥം. ഏതൊന്നിൻ്റെതാണോ അതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ, തത് അതിൻ്റെ, തത് തത് വിലയം ലയം ചെയ്യുക, ലയിക്കുക, ഇല്ലാതെയാകുക, മരിക്കുക, സൃഷ്ടിസ്ഥിതിലയ സംഹാരം. ഈ സംഹാരത്തിനാണ് ഇവിടെ ലയം എന്ന് പറയുന്നത്. നാസാപ്രഭാവവും അതുപോലെ തന്നെ ഈ നാസികയുടെ പ്രഭാവം കൊണ്ട് പ്രഭാവത്താൽ ഉടയ എന്ന് പറഞ്ഞു. പ്രഭാവം ഉടയ, അതിൻ്റെ അതിൽ അടങ്ങി നിൽക്കുന്ന സാരതത്വമഹിമയും, അതിൻ്റെ സാരതത്വമഹിമയും പണിതുലോ മഹിമ ആസാദിതും പണിതുലോം. ഇത് ആസാദനം ചെയ്യാൻ, അത് പ്രാപിക്കുവാൻ, ഭഗവാന്റെ ഈ ധർമ്മത്തെ പ്രാപിക്കുവാൻ, അതിനെ നമുക്ക് അറിയുവാൻ, അനുഭവിക്കുവാൻ പണിതുലോം. അത് ഏറ്റവും പ്രയാസമുള്ളതാണ്, കഠിനമാണ്, കാഠിന്യമുള്ളതാണ്. അത് അത്രമാത്രം നിസാരമായി നമുക്ക് ഭഗവാന്റെ ഈ ജഗത് വിലാസ കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ അത് കഴിയുകയില്ല. എപ്രകാരമാണ് ഇത് ഈ പ്രപഞ്ചതത്വമായി നിന്നുകൊണ്ട് ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളും ഭഗവാന്റെ നാസികയും ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് നമുക്ക് അത് പണിതുലോം. അത് വളരെയേറെ നമ്മൾ ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ, വളരെയേറെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. അത് നിസാരമായ ഒരു വീക്ഷണം കൊണ്ടോ, ഒരു ശ്രദ്ധ കൊണ്ടോ, ഒരു പാരായണം കൊണ്ടോ, ഒരു കീർത്തനം കൊണ്ടോ, ഒരു സ്തോത്രം കൊണ്ടോ, ഒരു സ്തുതി കൊണ്ടോ ഒന്നും നമുക്കിത് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കൃത്യമായ ഇതിന് പഠന നിരീക്ഷണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, മനനങ്ങൾ ആവശ്യമുണ്ട്, ധ്യാനങ്ങൾ ആവശ്യമുണ്ട്. ഈ മൂർത്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾ 5 ആ മൂർത്തിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനനം തുടരണമെങ്കിൽ മാത്രമേ ഇതൊക്കെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ജഗത്തിൻ്റെ വിലയവും ഇതെല്ലാം നാസികയുടെ പ്രഭാവത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. നാസാപ്രഭാവവും ഉടയവനായിരിക്കുന്നു. പ്രഭാവമാണ് ഇതിന് ഉടയവനായി മാറുക, ഇതിൻ്റെ ഉടമയായി മാറുക, ഉത്ഭവമായി മാറുക, കാരണമായി മാറുക. ആസാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ? പ്രാപിക്കുക. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആസ്വദിക്കുക, പ്രാപിക്കുക. ആസാദിതും പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ഗ്രഹിക്കുവാൻ. പണിതുലോം, ഇത് വളരെയേറെ കഠിനമാണ്. അപ്പോഴേ ഉപാസനയോ ഭക്തിയോ അത്ര നിസാരമായി നമുക്ക് അതിൻ്റെ സാരാർത്ഥ തത്വങ്ങളും അതിൻ്റെ ഫലങ്ങളും അറിയാൻ സാധിക്കുകയില്ല എന്നതുകൂടി നാം അറിഞ്ഞുകൊള്ളുക. കേവലം ഒരു ഭജന കൊണ്ടോ ഒരു പുഷ്പ അർച്ചന കൊണ്ടോ ഒന്നും ഭക്തിയുടെ ഫലസിദ്ധി നമുക്ക് ലഭ്യമാകില്ല. നാവുകൾ ഇങ്ങനെ അനവധി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാലോ പൂജകൾ ചെയ്തുകൊണ്ടിരുന്നാലോ ഒന്നും ഇത് നമുക്കറിയാൻ കഴിയില്ല. ഇത് നിരന്തരമായ പഠന മനന ധ്യാനങ്ങളിലൂടെ തൻ്റെ ഉപാസനാമൂർത്തിയെ തൻ്റെ അന്തരംഗത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ സമർപ്പണം ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭഗവാനോട് പറയുന്നത്. ആസാദുതും പണിതുലും യാസാദിതാ ഹൃദയ നീ സാധുവാകിതരഥ സാരമില്ലതിനു നീ. ഇവിടെ യാസാദി തുലോംപണി ഹൃദയ നീ, അല്ലയോ ഹൃദയമേ, ഹൃദയത്തോട് പറയുകയാണ്. അല്ലയോ ഹൃദയമേ, ഇതെല്ലാം ഈ ഉപദേശങ്ങളെല്ലാം ആത്മോപദേശങ്ങളാണ്. നമ്മൾക്ക് ഈ ആദ്യം മുതലേ ഇങ്ങോട്ട് പറയുകയാണ്. നമ്മൾ മറ്റൊരാളെ അല്ല ഇവിടെ ഉപദേശിക്കുന്നത്. നമ്മുടെ ഈ പഠനം മഹാഗുരു ഇവിടെ ഈ ധ്യാനനിരന്തരായി നിൽക്കുന്ന ഒരു ഭക്തനായിട്ട് ഇവിടെ മാറുമ്പോൾ ഭഗവാന്റെ ഹൃദയത്തോട് പറയുകയാണ്. അപ്പോൾ ഭഗവാനെ പഠിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം, നാം നമ്മുടെ ഹൃദയത്തോടാണ് ഇത് പറയേണ്ടത്. നാം നമ്മോട് തന്നെയാണ് ഇത് പറയേണ്ടത്. നാം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഫലസിദ്ധിക്കുള്ള കാരണമായി ഭവിക്കുക. നമുക്ക് അനവധി പേരെ പഠിപ്പിക്കാൻ പറ്റും, ഇല്ലേ? ഒട്ടേറെ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ പഠിപ്പിക്കുന്നവരൊന്നും
ഇതിന്റെ ഫലസിദ്ധി അവർക്കുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ നമുക്കറിയാം, മഹാഗുരുവിനെ, ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ തന്നെ ബ്രഹ്മവിദ്യയും ആത്മവിദ്യയും യോഗവിദ്യയും ഒക്കെ പഠിപ്പിച്ച അനവധി ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ സത്യസാക്ഷാത്കാരം നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബോധോദയം നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചില്ല. കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ ഭഗവാനെ പ്രാഥമികമായ പാഠങ്ങളും സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും ഒക്കെ പഠിപ്പിച്ച ഗുരുദേവനാണ്. പക്ഷേ മഹാഗുരുവിന് ഇത് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവർ ശ്രീനാരായണ ഗുരു എത്തിയ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അനവധി ഗുരുക്കന്മാർ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതിൻ്റെ തത്വോപദേശം കൊടുക്കുക എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് ബോധോദയത്തിന്, സത്യസാക്ഷാത്കാരത്തിന്, ഈശ്വരനെ കാണുന്നതിനുള്ള വഴികൾ കാട്ടിക്കൊടുക്കാനുള്ള വഴികാട്ടികളായിട്ടാണ് മഹാഗുരുവിന് അനവധി ഗുരുക്കന്മാരെ കിട്ടിയത്. അവരൊക്കെ വേണ്ട പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും യോഗശാസ്ത്രങ്ങളും അദ്വൈത സിദ്ധാന്തങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഭഗവാനെ സത്യസാക്ഷാത്കാരത്തിനുള്ള മെരുക്കിയെടുക്കുക, പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഒഴിച്ചാൽ അവർക്ക് ഭഗവാന്റെ ബോധോദയത്തിൽ അത്രമാത്രം അതിന് പിന്നെ ഉടമസ്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ്? അത് അനുഷ്ഠിച്ച് താൻ ആർജിച്ച വിദ്യകൾ, താൻ ആർജിച്ച ബ്രഹ്മവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കഠിനമായി തപസ് ചെയ്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മഹിമയല്ല, ആ സാധകന്റെ മാത്രം വൈഭവമാണ്. ആ സാധകന്റെ മാത്രം വൈഭവമാണ്. അതുകൊണ്ടാണ് മഹാഗുരുവിനോടൊപ്പം നിന്ന ഗുരുവിൻ്റെ ഗുരുക്കന്മാർക്കൊന്നും മഹാഗുരുവിനോടൊപ്പമുള്ള ബോധോദയത്തിലേക്കോ സാക്ഷാത്കാരത്തിലേക്കോ ഈശ്വരാനുഭവത്തിലേക്കോ എടുത്താൻ കഴിയാതിരുന്നതും. അവരൊക്കെ മഹാഗുരുവിനെ പോലെ ജനതതികളിലേക്ക് ഇറങ്ങി വന്ന്, ജനസഞ്ചയത്തിലേക്ക് ഇറങ്ങി വന്ന് ലോകസംഗ്രഹം നടത്തുന്നതിന് അവർക്ക് കഴിയാതെ വന്നതിന് കാരണവും അതുതന്നെയാണ്. അതെവിടെ പറയുന്നത്? അപ്പം നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാം സ്വയം നവീകരിക്കപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. അതാണ് ഭഗവാൻ തരുന്ന ഉപദേശത്തിന്റെ കാതൽ. അതാണ് ആത്മോപദേശ ശതകം എഴുതി തന്നത്. അതുകൊണ്ട് തന്നെയാണ്, അന്യോപദേശ ശതകമല്ല, അന്യരെ ഉപദേശിക്കാനല്ല മഹാഗുരു പറഞ്ഞിരിക്കുന്നത്. ആത്മോപദേശം എന്നുവെച്ചാൽ നമ്മൾ അഡ്വൈസ് അവർ സെൽഫ് എന്നാണ് പറയുന്നത്. നാം നമ്മെ തന്നെ ഉപദേശിക്കാനാണ് പറയുന്നത്. നാം ഒരു ഉപദേശം തേടി ഒരിക്കലും ഒരു ശാഖാ പ്രസിഡന്റ് എടുത്തോ, ശാഖാ സെക്രട്ടറി എടുത്തോ, പഞ്ചായത്ത് മെമ്പർ എടുത്തോ, പള്ളിയിൽ അച്ഛൻ്റെ അടുത്തോ, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അടുത്തോ പോകേണ്ടതില്ല. ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപദേശം തേടി നീ മറ്റെങ്ങും അലയേണ്ടതില്ല. നിന്നിൽ നിന്ന് തന്നെ നിനക്ക് ഉപദേശങ്ങൾ തേടിയെടുക്കാനും സ്വയം നിനക്ക് മാറി വരാനും നിന്നെ കൊണ്ട് കഴിയും. നമ്മളെ സ്വയം പര്യാപ്തരാക്കുകയാണ്, നമ്മളെ സ്വതന്ത്രരാക്കുകയാണ്. പരാശ്രയത്തിൽ നിന്ന്, അപരനെ ആശ്രയിക്കുന്നതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുകയാണ് ചെയ്യുക മഹാഗുരു. അതാണ് മഹാഗുരുവിൻ്റെ ഉപദേശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. മറ്റ് സന്യാസിമാരും താപസന്മാരും ഒക്കെ നമ്മളെ ഉപാസനകളിലേക്ക് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ പോവുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക, ഉപാസനകൾ ചെയ്യുക എന്നൊക്കെ പറയുകയാണ്. ഇവിടെ അതല്ല പറയുക. ഇവിടെ നമ്മളെ സ്വയം പര്യാപ്തരാക്കി മാറ്റുകയാണ്. മഹാഗുരു എപ്രകാരമാണോ സ്വയം സിദ്ധമായ സിദ്ധിവിശേഷങ്ങൾ കൊണ്ട് സ്വയം പര്യാപ്തനായി ഈശ്വരാനുഭവത്തിലേക്ക് എത്തിയത്, ആ അനുഭവത്തിലേക്ക് എത്താനുള്ള വഴികളാണ് ഭഗവാൻ തൻ്റെ കൃതികളിലൂടെ പറഞ്ഞു തരുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വെറുതെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പോവുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ആ ഈശ്വര സ്വരൂപിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയുള്ളവരെ നാം അനവധി ആൾക്കാരെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ നമ്മളെ യഥാർത്ഥ വഴികളിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകില്ല. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. യാ സാധിത അപ്പൊ ഹൃദയത്തോട് പറയുകയാണ്, അല്ലയോ ഹൃദയമേ, നീ സാധുവായി ഇതരഥാ സാരമില്ലതിന് എന്ന് പറയുന്നു. അല്ലയോ ഹൃദയമേ, യാ സാധ്യത, യാതൊന്നാണോ നീ സാധിച്ചു കഴിഞ്ഞത്. നമ്മുടെ ഹൃദയത്തിന് ചില ധാരണകളുണ്ട്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നാം ഇതുവരെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവാഹത്തിൽ നാം ഇതുവരെ എന്തൊക്കെയോ ആയിക്കഴിഞ്ഞിരിക്കുന്നു, എന്തൊക്കെയോ നേടിക്കഴിഞ്ഞിരിക്കുന്നു, എന്തൊക്കെയോ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ചില ധാരണകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നമുക്കുണ്ട്, ഭ്രമചിന്തകളും ഒക്കെ നമുക്കുണ്ട്. അത് സാധുവായിരിക്കും. ആ സാധ്യത യാതൊക്കെയോ നിങ്ങൾ സാധിച്ചിരിക്കുന്നു, നേടിയിരിക്കുന്നു, ആർജിച്ചിരിക്കുന്നു, പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം.
ഇതര സാധുവായി മറ്റു വിധത്തിൽ അതൊക്കെ നിങ്ങൾക്ക് സാധുവാകുകയും ചെയ്യാം. നൈമിഷികമായ സുഖങ്ങൾ, നൈമിഷികമായ ക്ഷേമങ്ങൾ നിങ്ങൾക്ക് തരുന്നതിൽ നിങ്ങളുടെ ഹൃദയത്തിനുണ്ടായിരിക്കുന്ന ചില ബോധ്യങ്ങൾ നിങ്ങൾക്ക് സഹായകമായി എന്ന് വരാം, ഇല്ല എന്ന് പറയുന്നില്ല. സാധുവായി വരാം, നല്ലത് തന്നെ ആയിട്ട് എന്ന് വരാം. സാധ്യത യാതൊന്നാണോ സാധിച്ചു കഴിഞ്ഞത്, നാം നാളിതുവരെയുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും എന്തൊക്കെയാണോ നമ്മൾ സാധിച്ചു കഴിഞ്ഞത്, നേടിക്കഴിഞ്ഞത്, ആർജിച്ചു കഴിഞ്ഞത്, അതൊക്കെ നമുക്ക് സാധുവാണെന്ന് തന്നെ തോന്നും, അതൊക്കെ നമുക്ക് പ്രയോജനപ്രദമാണെന്ന് തന്നെ തോന്നും. അതൊന്നും പാഴായി പോയിട്ടില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ സാരമില്ലതിന്, നമ്മൾ മനസ്സിലാക്കണം, സാരമില്ലതിന്, അത് സാരമുള്ളതേ അല്ല, നിസാരമാണ്. നീ എന്തൊക്കെ ആർജിച്ചിട്ടുണ്ടോ, നിന്റെ ഭൗതിക ജീവിതത്തില്, ഇഹഭോഗ ജീവിതത്തില് നീ എന്തൊക്കെ ആർജിച്ചിട്ടുണ്ടോ, സാരമില്ല. അത് അന്തസാര ശൂന്യമാണ്, നിസ്സാരമാണ്. നീ വാസായ തത് എന്നുവെച്ചാല് നിനക്ക് വാസസ്ഥാനമായിരിക്കുന്ന തത് എവിടേക്ക് നീ പോകണം? പളനിവാസനായിരിക്കുന്ന, പളനിയിൽ വസിക്കുന്ന അധിരാജ, പളനിവാസ അധിരാജ ഗുഹ നാസാപിടം കരുതുക. അപ്പൊ നീ എവിടെ ചെയ്യണം? ഗുഹനായിരിക്കുന്നവൻ, ഗുഹ്യമായി വസിക്കുന്നവൻ, ഗോപ്യമായി വസിക്കുന്നവൻ, അവനെങ്ങും പുറമേ കാണാൻ നിനക്ക് കഴിയില്ല. അവൻ ഗുഹാവാസിയാണ്, അവൻ താപസനാണ്, അവൻ ബ്രഹ്മചാരിയാണ്, അവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭോഗ ലാലസത്വത്തിലേക്കും കടന്നു പോകാത്തവനാണ്. അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു വൈരാഗിയായി വിരക്തി നേടി ഗുഹാവാസിയായി നിൽക്കുന്നവനാണിവൻ. അത് പളനിയാകുന്ന ആ ഗിരിശൈലത്തിന്റെ മുകളിൽ പൊട്ടിക്കൊള്ളുന്ന അധിരാജനാണ്, രാജാധിരാജനാണ്, അവൻ ചക്രവർത്തിയാണ്, രാജരാജനാണ്, ദേവതകളിൽ രാജരാജനാണ്. ആര്? കാർത്തികേയൻ, വേലായുധൻ, സുബ്രഹ്മണ്യൻ, പളനിയാണ്ടവൻ എന്ന് നിങ്ങൾ അറിയണം. അവൻ അധിരാജനാണ്. അധിരാജൻ എന്ന് പറയുന്ന ഒരു വാക്ക് വേറെ ഏതെങ്കിലും ദേവതയ്ക്ക് ഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ടോ, ഗുരുദേവൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. ദേവന്മാരിൽ ചക്രവർത്തിയായിട്ട്, ദേവന്മാരിൽ രാജരാജനായിട്ട്, ഭഗവാന്റെ ഹൃദയേശ്വരനായിട്ട് വാഴുന്നവനാണ് സുബ്രഹ്മണ്യൻ എന്ന് നാം അറിഞ്ഞുകൊള്ളണം. സാരമില്ലതിന്, അതൊന്നും സാരമല്ല, നീ നേടിയതൊന്നും സാരമുള്ളതല്ല, നിസ്സാരമാണ്. എന്താണ് സാരമായിട്ടുള്ള മൂർത്തി? സാരനായിരിക്കുന്ന, രാജരാജനായിരിക്കുന്ന മൂർത്തി ആ പളനിമാമലയിൽ പള്ളി കൊള്ളുന്ന പളനിയാണ്ടവൻ മാത്രമാണ് എന്ന് നീ കരുതുക. പളനിവാസ അതിരാജ നാസാപിടം കരുതുക. അവന്റെ ഈ നാസാപിടമുണ്ടല്ലോ, നീ അവന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ പ്രാണനെ അവന്റെ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാനായി ഉപയോഗിക്കുന്ന ഈ നാസിക കാണുമ്പോൾ നീ മനസ്സിലാക്കിക്കണം, ഇവൻ ദേവാധിദേവനാണ്, ദേവന്മാരുടെയൊക്കെ ദേവനാണ്, രാജാക്കന്മാരുടെയൊക്കെ രാജാവാണവൻ എന്ന് നീ അറിഞ്ഞുകൊള്ളണം. ഈ ബോധ്യത്തോടു കൂടി വേണം, ഈ തിരിച്ചറിവോടുകൂടി വേണം നാം ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യനെ ആരാധിക്കാൻ. ഭഗവാന്റെ ഒരു അവയവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ച സാരാർത്ഥ തത്വം, മഹിമ ഇവിടെ നമുക്ക്, സുബ്രഹ്മണ്യ മഹിമ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അതാണ് 25-ാമത്തെ ശ്ലോകം. ശ്വാസാജഗജ്ജനി നിവാസാദിയും യദപിഭാസ ച തദ്വിലയവും നാസാപ്രഭാവമുടെ ആസാരതത്വമഹിമ അസാദിതം പണിതുലോം യാസാദിതാ ഹൃദയ നീ സാധുവായിതരഥ സാരമില്ലതിനു നീ വാസായ തൽപ്പളനി വാസാദിരാജഹുക ദാസാപുടം കരുതുക. 25-ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. ഇന്നിന്നിശാധിപതി മിന്നിക്കിലും സ്വതനു ഒന്നെങ്കിലേറി ഗണനം വൃന്ദിക്കിലും ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവതിന് ഉന്നിദ്രനെന്ന നിലയിൽ കുന്നിച്ചെഴുമ്പളനി കുന്നിദ്ര ഷഡ്വദനമന്ദസ്മിത പ്രഭകളാൽ ഒന്നിങ്ങുമൻ മനസി വന്നിങ്ങു ദീപതിനു വന്ദിച്ചിടുന്നു സതതം. ആരാണ് നിശാധിപതി? ചന്ദ്രൻ എന്ന ഈ നിശാധിപതി മിന്നിക്കിലും സ്വതനു, തനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, തനു ഒന്നിങ്കലേറി ഗണനം, ഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കണക്കെടുക്കുക, അതിന്റെ മൂല്യനിർണ്ണയം നടത്തുക. വൃന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വൃന്ദം എന്ന് പറഞ്ഞാൽ കൂടുക, കൂട്ടം എന്നാണ്. വൃന്ദിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടുക എന്നാണ്. ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവതിന് ഉന്നിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? നിദ്രാവിഹീനൻ, ഉണർന്നവൻ, ഉറക്കമില്ലാതെ ഇരിക്കുന്നവൻ. ഉന്നിദ്രൻ, കുന്നിച്ചെഴുമ്പളനി കുന്നിൻപിൽ നിദ്ര ചെയ്യുന്ന ഷഡ്വദനൻ. നിദ്ര ഷഡ്വദനൻ മന്ദസ്മിത പ്രഭകളാൽ
ഒന്നിങ്ങു മന്മനസി വന്നിഞ്ഞു ദീപതിനു വന്ദിച്ചിടുന്നു സതതം. ഇപ്പൊ ഇതിനായി നമുക്ക് അതിന്റെ അർത്ഥം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി. നിശാധിപതി എന്ന് വെച്ചാൽ ചന്ദ്രനാണ്. മിന്നിക്കിലും എന്ന് വെച്ചാൽ മിന്നി തിളങ്ങുക, മിന്നി പ്രകാശിക്കുക. സ്വതനു ഒന്നിങ്കിലേറി, എന്താ സ്വന്തം ശരീരത്തിലേറിക്കൊണ്ട് തൻ്റെ രൂപത്തെ ആശ്രയിച്ചുകൊണ്ട് ഒന്നിങ്കിലേറി ഗണനം വൃന്ദിക്കിലും ദേവകലകളുടെ മൂല്യം അത് നമുക്കറിയാം. ഭഗവാനിൽ ഏതെങ്കിലും ഒരു മൂല്യമോ ഒരു ഗുണമോ ഒരു സവിശേഷതയോ മാത്രമല്ല, എണ്ണമറ്റ ഗുണങ്ങളുടെ എണ്ണമറ്റ മഹിമയുടെ ഒരു വൃന്ദമാണ്, ഒരു കൂട്ടമാണ് ഭഗവാൻ എന്നിവിടെ പറയുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇതായിട്ട് നമുക്ക് നോക്കാം. ഇന്നിന്നിശാധിപതി മിന്നിക്കിലും. നോക്കുക, നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ആനന്ദം തരുന്ന ഒരു വലിയ കാഴ്ചയാണ് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ആ പൂർണ്ണചന്ദ്രന്റെ നിന്നും മിന്നി മിന്നി ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ആ വെളിച്ചം, ആ തണുത്ത പ്രകാശം. ആ പ്രകാശത്തിന് വേണ്ടി ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുക. കാരണം എന്താണ്? വളരെ കുളിരു പകരുന്ന ഒരു പ്രകാശമാണ് ആ ചന്ദ്രനിൽ നിന്നും മിന്നി മിന്നി പ്രകാശിച്ച് പ്രവഹിച്ചു വരിക. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ നിശാധിപതി മിന്നിക്കൽ, നിശാധിപതി ആയിരിക്കുന്ന ചന്ദ്രൻ ഒന്ന് മിന്നി പ്രകാശിച്ചാലും സ്വതിനു വന്നെങ്കിലേറി ഗണനം, സ്വന്തമായ ഒരു രൂപകലയെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ എന്താണ് ഈ ചന്ദ്രകലകളിൽ അനുഗ്രഹ കലകളിലൂടെ വരുന്ന സവിശേഷതകൾ ഒന്നിൽ കൂടുതൽ കൂട്ടമായി നമ്മളിലേക്ക് എത്തിയാൽ പോലും ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവന് ഉന്നിദ്രൻ എന്ന നിലയിൽ അങ്ങനെ പ്രഭചൊരിഞ്ഞുകൊണ്ട് ആകാശത്ത് പ്രഭചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രൻ അനവധി അനുഗ്രഹ കലകൾ നമുക്കൊക്കെ തരുന്നു എന്ന് നാം അറിയുന്നു. അതിനെയൊക്കെ നാം സമാഹരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കൂട്ടം നമ്മളിലേക്ക് വന്ന് അണയുകയാണ്. അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. എന്നിരിക്കലും ഗുഹനെ വന്ദിച്ചു വാഴ്ത്തുവന് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഭഗവാൻ സുബ്രഹ്മണ്യനെ, ഗുഹനെ, കാർത്തികേയനെ സ്മരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുകഴ്ത്തുവാൻ മാത്രമാണ് ആർക്ക് കഴിയുകയുള്ളൂ? ഈ ചന്ദ്രന് പോലും കഴിയുകയുള്ളൂ. ചന്ദ്രൻ പോലും അമ്പിളിക്കല ഇതിലൂടെ പ്രവഹിക്കുന്ന പ്രകാശം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ധന്യമാക്കുന്ന ചന്ദ്രന് പോലും ആരെയാണ് ഇവിടെ സ്തുതിക്കുന്നത്? സുബ്രഹ്മണ്യനെ സ്തുതിക്കുകയാണ്. ഗുഹനെ വന്ദിച്ചു വാഴ്ത്തു ഉന്നിദ്രൻ എന്ന നിലയിൽ. എന്തിനാണ് ഭഗവാൻ ഈ ചന്ദ്രൻ ഇങ്ങനെ ആകാശത്ത് പ്രഭചരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? മറ്റൊന്നിനും വേണ്ടിയല്ല. ആ പളനിമാമലയിൽ പള്ളി കൊള്ളുന്ന സുബ്രഹ്മണ്യനെ പുകഴ്ത്തുന്നതിന് സ്തുതിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഉണർന്നതെന്ന ഉന്നിദ്രനായി നിദ്രാവിഹീനനായി ആകാശത്ത് നിന്നുകൊണ്ട് ഈ പ്രഭ ഇങ്ങനെയൊക്കെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്, പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. നമുക്കാർക്കും എന്തെങ്കിലും ആനന്ദാനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയല്ല. ചന്ദ്രന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അമ്പിളിക്കലയുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ആ പളനിമാമലയിൽ പള്ളികൊള്ളുന്ന, ആ ശിലാശൈലത്തിൽ പള്ളികൊള്ളുന്ന ഗുഹ ആയിരിക്കുന്ന ഭഗവാനെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, സ്തുതിക്കുന്നതിന് വേണ്ടി, അവന്റെ അനുഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് ചന്ദ്രൻ പോലും ആകാശത്ത് മിന്നിത്തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. കുന്നിച്ചെഴും അത്യധികം, കുന്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂട്ടം കൂടുക. കുന്നിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി ഉയർന്നു വരിക, സമാഹാരം. കുന്നിച്ചെഴും കുന്നിച്ചെഴും പളനി കുന്നിദ്ര ഷഡ്വദന മന്ദസ്മിത പ്രഭകളാൽ. അപ്പോഴ് നമ്മളിവിടെ ഒരു ഉപമയിലേക്ക് പോവുകയാണ്. ഭഗവാൻ പറയുകയാണ്, ഈ കുന്നിച്ചെഴുന്ന പളനിക്കുന്ന്, പളനിയാകുന്ന കുന്നിങ്ങനെ കുന്നിച്ച് പ്രകാശിച്ച് എഴുന്നള്ളി നിൽക്കുകയാണ്. ഇങ്ങനെ പ്രഭചൊരിഞ്ഞ് ഉയർന്നു നിൽക്കുകയാണ്, പൊങ്ങി നിൽക്കുകയാണ്, കുന്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹ കലകൾ കൊണ്ട് അതിങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് നിൽക്കുകയാണ്. പളനി കുന്നിദ്ര ഷഡ്വദന മന്ദസ്മിത പ്രഭകളാൽ. ഭഗവാന്റെ മന്ദസ്മിതം, സുബ്രഹ്മണ്യ മന്ദസ്മിതം. ആ മന്ദസ്മിതം എന്ന് പറയുന്നത് ഈ പൂർണ്ണചന്ദ്രന്റെ മന്ദസ്മിത പ്രഭയേക്കാൾ മനോഹാരിതയുള്ളതാണ്. മന്ദസ്മിത പ്രഭകളാൽ മന്മനസി, എൻ്റെ മനസ്സ്
ഒന്നിങ്ങ് വന്ന് ഉദിപ്പതിന്, എൻ്റെ മനസ്സിൽ വന്ന് ഒന്ന് ഉദിക്കുന്നതിന് വന്നിച്ചിടുന്ന സദം. ഞാൻ എന്തിനു വേണ്ടിയാണ് ഭഗവാനെ നിന്നെ വന്ദിക്കുന്നത്? ഞാൻ വന്ദിക്കുന്നത് ഈ പിന്നെ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ കലകൾ കണ്ടുകൊണ്ടോ ചന്ദ്രന്റെ പ്രഭ ആസ്വദിക്കുന്നതിനോ അല്ല. ഭഗവാനെ, നിന്റെ മന്ദസ്മിതം, സുബ്രഹ്മണ്യന്റെ മന്ദസ്മിതം, ആ മന്ദസ്മിതം കണ്ടുകൊണ്ട് അതെന്റെ മനസ്സിൽ വന്നുദിച്ച് തെളിഞ്ഞു പ്രകാശിക്കും. മന്മനസ്സിൽ ഒന്നിങ്ങു വന്നുദിപ്പതിന് വന്ദിച്ചിടും. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ മൊത്തവും ഈ പളനിവാസന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത് നിന്റെ മന്ദസ്മത പ്രഭകളാർന്ന് നിൽക്കുന്ന തിരുമുഖം ഒന്ന് കാണുന്നതിന് വേണ്ടി മാത്രമാണ്. 26ാമത്തെ ശ്ലോകം പറയുകയാണ്. ഇവിടെ മന്ദസ്മിതത്തെ കുറിച്ച് പറയുന്നു. ഈ ഒരു 26ാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ മന്ദസ്മിതത്തിന്റെ മഹിമയെക്കുറിച്ചാണ് പറയുക. നമുക്കറിയാവുന്ന എന്താണ്, മന്ദസ്മിതങ്ങളിൽ ഏറ്റവും കവികളും കവികുലങ്ങളും ഭാവനാസമ്പന്നന്മാരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെയും നിരന്തരമായി വിശദീകരിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ നാം ആദ്യമായി ഏതൊരു കവിയുടെയും ഹൃദയത്തിലേക്ക് ഉദിക്കുന്നത് ഒരു നക്ഷത്രമാണ്. ഇത് ചന്ദ്രൻ. സൗന്ദര്യത്തെക്കുറിച്ച് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയും. രാജാക്കന്മാരുടെ മുഖകമലത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴോ അല്ലെങ്കിൽ അവനവന് ഇഷ്ടമുള്ള ഏതെങ്കിലും സൗന്ദര്യ വസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുമ്പോഴും അതിന് ഉപമിക്കാനുള്ള ഉപമാനമായി വർത്തിക്കുന്നത് ഏതാണ്? എല്ലാത്തിനും മാതൃകയായി, എല്ലാത്തിനും സൂര്യനുണ്ടോ ആ ഒരു പ്രഭ എന്ന് ചോദിച്ചാൽ സൂര്യനേക്കാൾ മനുഷ്യൻ സൗന്ദര്യത്തെ ഉപമിക്കാൻ എടുക്കുന്നത് ചന്ദ്രനെയാണ്, പൂർണ്ണചന്ദ്രനെയാണ്. ആ പൂർണ്ണചന്ദ്രന്റെ ചൈതന്യത്തെക്കാൾ ഏറ്റവും വലുതാണ്, മനോഹരമാണ്, ചേതോഹരമാണ്, ഹൃദയഹാരിയാണ് ആരുടെ ചൈതന്യം? ആ മന്ദസ്മിതം ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ദസ്മിതം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് എന്നിവിടെ പറയുകയാണ്. നോക്കുക, ഈ ഒരു ശ്ലോകം ഭഗവാന്റെ മന്ദസ്മിതത്തെ മാത്രം വർണ്ണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഓരോ ചലനങ്ങളും ഓരോ അംഗങ്ങളും ഓരോ ചലനങ്ങളും ഒക്കെ തന്നെയും വർണ്ണനയ്ക്ക് വിഷയീഭവിക്കുകയാണ്. മഹാഗുരുവിന്റെ ഹൃദയേശ്വരനായിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ പ്രത്യക്ഷാനുഭവത്തിൽ ഭഗവാൻ സുബ്രഹ്മണ്യനെ നേരിട്ട് കാണുമ്പോൾ ഭഗവാന്റെ ഹൃദയത്തിലുണ്ടായ അനുഭൂതി വിശേഷങ്ങൾ കൂടിയാണ് നമുക്കിവിടെ പങ്കുവെച്ചു തരുന്നത്. ഇനി 26 കഴിഞ്ഞിട്ട് നമുക്ക് 27 പോകുമ്പോൾ വീണ്ടും ഭഗവാന്റെ ഹൃദയത്തിൽ സുബ്രഹ്മണ്യ ദർശനവും സുബ്രഹ്മണ്യ മഹിമയും സുബ്രഹ്മണ്യനോടുള്ള പ്രേമവും പ്രണയവും സമർപ്പണവും വർദ്ധിച്ചു വരികയാണ്. ഇവിടെ സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ഇല്ലാതെയായി മാറുന്നു. അവിടെ ഉപാസനാമൂർത്തിയിലേക്ക് വന്ന് ലയിക്കുന്നു. ഉപാസകൻ ഇല്ലാതെയാകുകയും ഉപാസനാമൂർത്തി മാത്രം അവശേഷിക്കുകയും ചെയ്യുകയാണ്. ഉപാസകൻ അവിടെ ഇല്ലാതെയാകുന്നു. ഉപാസകന്റെ ഹൃദയത്തിൽ ശ്രീ സുബ്രഹ്മണ്യൻ വന്ന് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ സാന്നിധ്യമേ ഇല്ല. പിന്നെ സ്തുതിക്കുന്നവൻ, സ്തോത്രം ചെയ്യുന്നവനില്ല. അവിടെ ആരേ ഉള്ളൂ? ആ മൂർത്തി മാത്രമേ ഉള്ളൂ, സ്കന്ദപ്രഭു. പിന്നീട് അങ്ങ് സർവവും മറന്ന് വിളിക്കുകയാണ്. എല്ലാം മറന്ന് ഭഗവാനിലേക്ക് അങ്ങ് വിലയം പ്രാപിക്കുകയാണ്. വിളിക്കുക, സ്കന്ദപ്രഭോ വളനികുന്ന പ്രഭോ മൃദുല കുന്ദപ്രസൂന നിരകൾ നിന്ദപ്പെടും വദനമന്ദസ്മിത പ്രഭയിൽ നിന്നിച്ചലിച്ചിടുകയോ എന്നത്ര തോന്നിടുമന്ദ ദ്യുതിക്കരിയ കുന്ദത്വമാളു മധുര സ്പന്ദ പ്രഭോ ശകലമൊന്നത്ര മന്മനസി വന്നത്യരം വിലസണം. സർവചരാചരങ്ങൾക്കും വിഭുവായിട്ടുള്ളവനും പ്രഭുവായിട്ടുള്ളവനുമാണ് ആര്? സ്കന്ദൻ. പ്രഭുവാണ്, പ്രകർഷേണ ഭവിപ്പിക്കുന്നവനാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ ശ്വാസത്തിലൂടെയാണ് ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും ലയവും നടക്കുന്നത്. പ്രകർഷേണ ഭവിപ്പിക്കുന്നവനാണ് പ്രഭു. അവന് സർവ്വതിനെയും പ്രഭവിപ്പിക്കുന്നതിന്, ഉത്പാദിപ്പിക്കുന്നതിന്, ജനിപ്പിക്കുന്നതിന്, ജന്മം കൊടുക്കുന്നതിന്, ജീവൻ കൊടുക്കുന്നതിന് അവന് കഴിവുണ്ട്. അവൻ സമർത്ഥനാണ്, വൈഭവമുണ്ട്. ഈ കുന്നിൽ, ഈ പളനിയാകുന്ന മാമലയുടെ മുകളിൽ വസിക്കുന്ന ഇവൻ പ്രഭുവാണ്, സർവ്വതിനും പ്രഭുവാണ്, രാജാതിരാജനാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഇവൻ പ്രഭുവാണ്, എല്ലാത്തിനെയും ഭവിപ്പിക്കുന്നതിനുള്ള പ്രാപ്തിയുള്ളവനാണ്, പ്രകർഷേണ ഭവിപ്പിക്കുന്നവനാണ് സ്കന്ദൻ. നിങ്ങൾ ഓർക്കരുത്, അവൻ ഇവിടെ
കൗപീനധാരിയായി വേലും പിടിച്ചുകൊണ്ട് തൻ്റെ ഭിക്ഷാപാത്രവും നീട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് യവൻ ഭിക്ഷപ്രഭുവാണെന്ന് വിചാരിക്കരുത്. യവൻ ലക്ഷപ്രഭുവാണ്. സർവചരാചരങ്ങളെയും ഭവിപ്പിക്കുവാൻ, പ്രഭാവം കൊള്ളിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു സ്കന്ദൻ. സ്കന്ദപ്രഭോ, പളനി കുന്നപ്രഭോ. പളനിയാകുന്ന കുന്നിന്റെ പ്രഭുവാണ് ഭഗവാൻ. അവനാണ് ഇതിന്റെ ഉടമ, അവനാണ് ഇതിന്റെ അധികാരി. ഇതിനെ ഭവിപ്പിച്ചിരിക്കുന്നവൻ അവനാണ്. അവൻ പ്രഭുവാണ്. അതുപോലെ തന്നെ പളനിയാകുന്ന കുന്നിന്റെ പ്രഭുവാണ്. പളനിയാകുന്ന കുന്ന് എന്നിവിടെ പറയുമ്പോൾ ആ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ നമ്മൾ പളനിയിൽ കേവലമായ ഒരു കുന്നൻ പ്രദേശമാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ഭഗവാൻ ഉൾക്കൊള്ളുന്ന കുന്ന് ഈ അണ്ടകടാഹങ്ങൾ, ഈ പ്രപഞ്ചമാകുന്ന കുന്ന് മൊത്തമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. പളനി കുന്ന പ്രഭോ, മൃദുല കുന്തപ്രസൂന നിരകൾ. പ്രസൂനത്തിന്റെ കുന്തപ്രസൂനം എന്ന് പറഞ്ഞാൽ മുല്ലമുട്ടുകൾ. മൃദുലമായിരിക്കുന്ന മുല്ലമുട്ടുകൾ പോലും നിന്ദിക്കപ്പെടും. എന്തിനാൽ? വദനമന്ദസ്മിത പ്രഭയിൽ. ഭഗവാന്റെ വദനങ്ങൾ, ചുണ്ടുകളെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ആ ഭഗവാന്റെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴുന്ന ആ മന്ദസ്മിതമുണ്ടല്ലോ, പുഞ്ചിരി ഉണ്ടല്ലോ, നെറുപുഞ്ചിരി ഉണ്ടല്ലോ, ആ നെറുപുഞ്ചിരി എന്താണ്? മൃദുല കുന്തപ്രസൂന നിരകൾ പോലും നാണിച്ചു പോകും, നിന്ദിച്ചു പോകും. അവർക്ക് പോലും ഒരാത്മ നിന്ദ അനുഭവപ്പെടും. ഭഗവാന്റെ ആ നറുപുഞ്ചിരിയുടെ മുമ്പിൽ ഞങ്ങളിതാ നിഷ്പ്രഭമായി പോകുന്നല്ലോ, ഞങ്ങൾക്ക് യാതൊരു മേന്മയും ലഭ്യമാകാതെ പോകുന്നല്ലോ. ഭഗവാന്റെ ആ പുഞ്ചിരിക്കാണോ മഹിമ, മനോഹാരിത, അതോ ഈ മുല്ലമുട്ടുകൾ എന്ന് പറയുമ്പോൾ മനോഹാരിതയുടെ പര്യായമായിട്ട് നാമൊക്കെ വർണ്ണിച്ചു കാണിക്കുന്ന മുല്ലമുട്ടുകൾക്ക് ഇവിടെ ഭഗവാന്റെ മന്ദസ്മിതത്തിന്റെ മുമ്പിൽ യാതൊരു പ്രസക്തിയുമില്ലാതെ പോകുന്നു, യാതൊരു സൗന്ദര്യവുമില്ലാതെ പോകുന്നു, നിഷ്പ്രഭമായി പോകുന്നു. അത്രമാത്രം ചേതോഹരമാണ് ഭഗവാന്റെ ഒരു പുഞ്ചിരി എന്നിവിടെ പറയുകയാണ്. വദനമന്ദസ്മിത പ്രഭയിൽ നന്നിച്ചലിച്ചിടുകയോ, നന്നിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി എന്ന് പറയുകയാണ്. മനോഹരം, ഏറ്റവും ഉചിതമായി, നന്നായി. അലിച്ചിടുകയോ, അലിച്ചു കളയുകയാണോ എന്നത്ര തോന്നിടും എന്ന് നമുക്ക് തോന്നിപ്പോകും. അമന്തദ്യുതിക്കരിയ കുന്തത്വമാളും. ഇവിടെ പറയും അമന്തദ്യുതി. ദ്യുതി എന്ന് പറഞ്ഞാൽ പ്രകാശം, മന്ദം എന്ന് പറഞ്ഞാൽ വിളറിയ പ്രകാശം. മന്ദദ്യുതി എന്ന് പറഞ്ഞാൽ വിളറിയ പ്രകാശം. അതല്ല ഇവിടെ പറയുന്നത്, അമന്തദ്യുതിയാണ് പറയുന്നത്. അത്ര വിളറിയതല്ല, ജ്വലിക്കുന്ന പ്രകാശമാണ്. വളരെയേറെ പ്രകാശമാനമായി ജ്വലിക്കുന്ന, തേജോ രൂപമായിരിക്കുന്ന ഒരു പ്രകാശമാണ്. അമന്തദ്യുതിക്കരിയ കുന്തത്വമാളും അധര സ്പന്ദപ്രഭോ ശകലം. ഭഗവാന്റെ ആ തൃച്ചുണ്ടുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയാണ് എന്താണ്? ആ തൃച്ചുണ്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മന്ദദ്യുതി അല്ല, വിളറിയ പ്രകാശമല്ല. ആ ചുണ്ടുകളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശം അമന്തദ്യുതിക തന്നെയാണ്. അത് ഉജ്ജ്വലമായ പ്രകാശമാണ്, മനോഹരമായ പ്രകാശമാണ്, ഹൃദയഹാരിയായ പ്രകാശമാണ്. അതിൻ്റെ മുല്ലമുട്ടുകൾ ആളുന്നതായ അധരസ്പന്ദ പ്രഭാശകലം. അത് ഈ മുല്ലമുട്ടുകൾ സ്വന്തമാക്കിയിരിക്കുന്ന അധര സ്പന്ദപ്രഭ, സ്പന്ദിക്കുന്ന പ്രഭ മാത്രമാണ്. അത് സ്പന്ദനം, ഒരു ചെറിയ നേരിയ ചലനത്തോടുകൂടി ഒരു ശകലം മാത്രമേ അവിടെ നിന്ന് ഒരു മുല്ലമുട്ടിന് അവകാശപ്പെടാൻ കഴിയുള്ളൂ. പക്ഷെ നിന്റെ ചുണ്ടുകൾക്കോ, നിന്റെ തൃച്ചുണ്ടുകൾക്കോ അവകാശപ്പെടാൻ പറ്റുന്ന അതാണോ? അമന്തദ്യുതിയാണ് നിനക്ക് അവകാശപ്പെടാൻ പറ്റുക. ഒന്നത്ര മന്മനസി പറയുകയാണ്, ഇപ്രകാരമുള്ള ഒന്നത്ര, ഒരു പ്രാവശ്യമെങ്കിലും മന്മനസി അത്യരം വന്ന്. അത്യരം എന്ന് പറഞ്ഞാൽ വളരെ വേഗം, എത്രയും പെട്ടെന്ന്. മന്മനസി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ. അത്യരം മന്മനസി അത്യരം വന്നു വിലസണം. ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിന്റെ ആ തൃച്ചുണ്ടുകൾ കൊണ്ടുള്ള ആ ഒരു പുഞ്ചിരി എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കണം, വിലസണം, പ്രകാശിക്കുമാറാകണം, ഉണരുമാറാകണം.
അതിലൂടെ ഞാൻ അതിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുവാൻ എനിക്ക് കഴിയണം. നോക്കുക, ഒരു സാധകനായിരിക്കുന്ന, ഒരു ഉപാസകനായിരിക്കുന്ന ഒരു ഭക്തന്റെ ഉള്ളിലേക്ക് എത്രമാത്രമാണ് ഒരു തൻ്റെ ആരാധനാമൂർത്തിയെ, ഇഷ്ടദേവൻ അവന് ദർശനം കൊടുക്കേണ്ടത്, അവന് അനുഗ്രഹം കൊടുക്കേണ്ടത് എന്ന് അവന് പറയാൻ കഴിയുന്നില്ല. അവന്റെ ഭാവനയ്ക്കും ചിന്തയ്ക്കും അതീതമായി, അവന്റെ ആഗ്രഹങ്ങൾക്കും അതീതമായി ആ ഭഗവത് ദർശന സായുജ്യം കിട്ടണമെന്നാണ് ആരാഗ്രഹിക്കുക? ഒരു ഭക്തൻ ആഗ്രഹിക്കുക. അതുകൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. അങ്ങനെ 27-ാമത്തെ ശ്ലോകം നമുക്ക് ഈ വിധത്തിൽ പറഞ്ഞ് നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും 25-ാമത്തെ 28-ാമത്തെ ശ്ലോകം. താരഞ്ചുകൊണ്ടു പല കൂരമ്പു തീർത്ത ബഹുമാരസ്വരൂപരുചിയെ ദൂരത്തയച്ചു സുഖമാരത്തോ ആൻപളനി പൂരമ്പലാധിപനുടെ സൂരപ്രഭാ ശ്രവണപൂരത്തിലെ സ്ഫുരിതഹീരത്തിലൊന്നിഹമതീയോ ഓര സ്ഥലത്തിനധികാര പ്രഭോ ഹൃദയാചാരത്തു ചേർക്ക ശുഭദം. താരഞ്ചുകൊണ്ട്, താരം എന്ന് പറഞ്ഞാൽ പൂക്കൾ അഞ്ചുകൊണ്ട് പല പൂരമ്പു തീർത്ത ബഹുമാരസ്വരൂപി. മാരസ്വരൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കാമദേവൻ. മാരസ്വരൂപി കാമദേവൻ. സുകുമാരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹാരിത. ദൂരത്തയച്ച വളനി പൂരമ്പലാധിപനുടെ സൂര്യപ്രഭ എന്ന് വെച്ചാൽ എന്താണ്? സൂര്യന് തുല്യമായ പ്രകാശം, സൂര്യപ്രകാശത്തിന് തുല്യമായ പ്രകാശം, സൂര്യപ്രഭ. പൂരത്തില് പ്രഭാപൂരം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രഭയുടെ കൂട്ടം, പൂർണ്ണത, പ്രസരണം. സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ശോഭിക്കുക. ഹീരം എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ. ഹീരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രത്നങ്ങളാണ്. ശുഭദം. അപ്പൊ 28-ാമത്തെ ശ്ലോകത്തിന്റെ വാക്യാർത്ഥങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് വേണം ആർക്ക് എന്തെങ്കിലും. താരം എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളാണ്. മാരസ്വരൂപി എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. സുകുമാരത്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരൻ എന്നാണ് എൻ്റെ സിമ്പിളായ അർത്ഥം. ദൂരത്തയച്ച പളനിപൂരമ്പലാധിപനുടെ, അമ്പലത്തിന്റെ അധിപൻ, പളനിപുരം ആകുന്ന അമ്പലത്തിന്റെ അധിപനുടെ സൂര്യപ്രഭ, സൂര്യതെല്ലാം സൂര്യപ്രഭ എന്ന് പറഞ്ഞാൽ സൂര്യതുല്യമുള്ള പ്രകാശം. സ്ഫുരിക്കുക, ശോഭിക്കുക. ഹീരം, രത്നം. ഇതാണ് അതിനകത്ത് വാക്കുകളുടെ അർത്ഥം. 5 പുഷ്പങ്ങൾ കൊണ്ട് പല കൂരമ്പുകൾ തീർക്കുന്നു. താരഞ്ചു കൊണ്ട് പല കൂരമ്പു തീർത്ത ബഹുമാര സ്വരൂപരുചിയെ. 5 പുഷ്പങ്ങൾ കൊണ്ടാണ് നമുക്ക് കാമദേവൻ കാമബാണങ്ങൾ നമ്മളിലേക്ക് അയക്കുക. ഈ 5 പുഷ്പങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയത്തിന്റെ വിഷയങ്ങളാണ്. ഈ കാമദേവൻ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടി, നമ്മളെ ആകർഷിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ നമ്മൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ 5ന്റെയും മുമ്പിൽ അവൻ വന്നു നിൽക്കും. അവൻ സുന്ദരമായ ശബ്ദമായി, സുന്ദരമായ രൂപമായി, സുന്ദരമായ നാദമായി, സുന്ദരമായ രസമായി, ശബ്ദമായി, സ്പർശമായി അവൻ നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളാണ് ഈ 5 പുഷ്പങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങളാകുന്ന അതിൻ്റെ വിഷയങ്ങളാണ് ഇവിടെ 5 പുഷ്പങ്ങൾ. ഈ 5 പുഷ്പങ്ങൾ എന്താണ്? നമ്മുടെ കണ്ണിനെ മതിപ്പിക്കുന്നതായ കാഴ്ചകൾ തരുന്നതാരാണ്? കാമദേവനാണ്. അപ്പൊ അവിടെ ഏതാണ്? കാഴ്ചയാണ് ആ പൂവായി മാറുക. ബാക്കി അങ്ങനെ ഓരോരുത്തരും നാവിന് രുചിയായിരിക്കും, മൂക്കിന് ഗന്ധമായിരിക്കും, ചെവിക്ക് ശബ്ദമായിരിക്കും, ത്വക്കിന് സ്പർശമായിരിക്കും. നമുക്കിഷ്ടമുള്ള ഇപ്രകാരമുള്ള വിഷയങ്ങൾ അത് പൂവുകൾ എന്ന് തോന്നിക്കുമാറ് അവ നമ്മളിലേക്ക് കാമദേവൻ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. താരഞ്ചുകൊണ്ട് പല കൂരമ്പ്. ഇത് കൂരമ്പാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. ഈ കാമദേവന്റെ പുഷ്പങ്ങളിൽ നമ്മൾ അഭിരമിച്ചു പോയാൽ, ഭ്രമിച്ചു പോയാൽ, അതിൽ ആകർഷകരായി കഴിഞ്ഞാൽ അത് കൂരമ്പ് തന്നെയാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തകർക്കുന്ന, നമ്മളെ മുറിവേൽപ്പിക്കുന്ന, നമ്മളെ ദുഃഖത്തിലേക്കും ദുരിതത്തിലേക്കും കൈപിടിച്ചു കൊണ്ടുപോകുന്ന കൂരമ്പ് തന്നെയാണത്. വളരെ വേദന തരുന്നതായ ഒരു കൂരമ്പാണ് കാമദേവൻ നമ്മിലേക്ക് എപ്പോഴും എഴുതുകൊണ്ടേയിരിക്കുന്നത്. അത് തീർത്ഥ ബഹുമാര സ്വരൂപനാണ് ആര്? സുബ്രഹ്മണ്യ ഭഗവാന്റെ പിതാവായിരിക്കുന്ന പരമേശ്വരനാണ്
കാമനെ നിഗ്രഹം ചെയ്തത്. തന്റെ തൃക്കണ്ണിലൂടെ പ്രവഹിക്കുന്ന അഗ്നി കൊണ്ട് കാമദേവനെ ഇല്ലാതെയാക്കിയത് ആരാണ്? ബാഹുലേയന്റെ പിതാവായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പിതാവിന്റെ സവിശേഷത മഹിമകളൊക്കെ തന്നെയും വഹിക്കുന്ന സുന്ദര സ്വരൂപിയാണ് ആര്? സുബ്രഹ്മണ്യ ഭഗവാൻ. ദൂരത്തയച്ചു അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഈ സ്വരൂപരുചിയെ മാരസ്വരൂപരുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമദേവന്റെ സ്വരൂപം എന്താണ്? ഈ പൂവമ്പുകൾ നമ്മുടെ നേരെ പായിക്കുക എന്നുള്ളതാണ്. അതിനെ ദൂരത്തയച്ച സുകുമാരത്വവാനാണ് പളനീപുരത്തിൽ വാഴുന്നവൻ. സുകുമാരത്വവാൻ പളനിപൂരമ്പലാധിപനുടെ പളനീപുരമാകുന്ന അമ്പലം. പളനീപുരം എന്ന് പറയുന്ന ആ ശ്രീകോവിൽ മാത്രമല്ല അമ്പലം, പളനീപുരം മൊത്തവും എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മൊത്തവും അവന്റെ ദേവലോകമായി പ്രഭുവായി രാജരാജനായി വസിക്കുന്നവനാണ് പളനിപുരമാകുന്ന അമ്പലത്തിന്റെ അധിപനുടെ സൂരപ്രഭാവ ശ്രവണപൂരത്തിലെ സ്ഫുരിത ഹീരത്തിൽ ഒന്നിഹ. അവിടെ പറയുകയാണ് സൂര്യപ്രഭാ ശ്രവണപൂരം, നിന്റെ സൂര്യതുല്യമായിരിക്കുന്ന ശ്രവണപൂരം, കാതുകൾക്ക് ഇമ്പം കൊടുക്കുന്ന സൂര്യപ്രഭയേക്കാൾ മനോഹരമായിരിക്കുന്ന സ്ഫുരിത ഹീരത്തിലൊന്നിഹ, സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഹീരത്തിലേക്ക്, രത്നങ്ങളിലേക്ക് ഒന്നിഹ മതി ഓരസ്ഥലത്തിൽ. എന്താണ്? എൻ്റെ ഹൃദയചാരത്ത് ചേർക്കാം, എൻ്റെ ഹൃദയത്തിൽ ചേർക്കണം. മതീയ ഓരസ്ഥലത്തിൽ അധികാരം പ്രഭു. മതീയം വെച്ച എൻ്റെ ഉരസ്ഥലത്തിന് അധികാരിയായ പ്രഭു, എൻ്റെ നെഞ്ചിന്, എൻ്റെ ചിന്തയ്ക്ക്, എൻ്റെ ഹൃദയത്തിന് അധിപനായി എന്ന് പറഞ്ഞാൽ മതിയോ. ഉരസ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ മാറിടമാണ്, നെഞ്ചാണ്, ഹൃദയമാണ്. ഉരസ്ഥാരഹാരം, ഉരസ്ഥരഹീരം എന്നൊക്കെ പറയാൻ നമ്മുടെ മാറിൽ ചാർത്തിയിരിക്കുന്ന ഉടയാടകളെ കുറിച്ചും രത്നങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയുക. ഇവിടെ ഭഗവാൻ പറയുന്നു ആ ഹൃദയത്തിൽ നിന്റെ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ രത്നം എന്ത് ചെയ്യണം? മതിയോര സ്ഥലത്തിന് അധികാരം. അത് എൻ്റെ നെഞ്ചിന്റെ എല്ലാ അധികാരങ്ങളും, എൻ്റെ നെഞ്ചകത്തെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ആഗ്രഹങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നതായ ഭഗവാനെ, നിന്റെ തിരുഹൃദയത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആ പവിഴങ്ങളാണ്, ആ മുത്തുകളാണ്, ആ രത്നങ്ങളാണ്, ആ അനുഗ്രഹ കലകളാണ് എന്ന് ഈ 28ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ നമ്മോട് പറയുകയാണ്. വളരെ സങ്കീർണമായ വാക്കുകളും പദാവലികളും കൊണ്ട് ഭഗവത് മഹിമയെ ഇവിടെ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ നാം ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഈ കൃതിയുടെ ഒരു സിംഹഭാഗവും സംസ്കൃത പദങ്ങൾ കൊണ്ടാണ് ഇത് രചിച്ചിരിക്കുന്നത്. മലയാളമാണ് കവിത എന്ന് പറഞ്ഞാലും മഹാഭൂരിപക്ഷം വരുന്ന വാക്കുകളും വാക്യങ്ങളും സംസ്കൃതത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ആ ഭാഷാ നൈപുണ്യത്തിന്റെ മകുടോദാഹരണമാണിത്. ഭഗവാൻ എപ്രകാരമാണ് മലയാളവും തമിഴും സംസ്കൃതവും ഒക്കെ തൻ്റെ കൈവെള്ളയിലിട്ട് ഇങ്ങനെ അമ്മാനമാടുന്നതെന്ന് അറിയണമെങ്കിൽ ഭഗവാന്റെ കൃതികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് സംസ്കൃതമാണ്. ഇതിനകത്തെ മിക്കവാറുമുള്ള എല്ലാ വാക്കുകളും സംസ്കൃതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് മലയാളത്തിന്റെ അപൂർവം വാക്കുകളും വൃത്തവും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഭഗവാൻ ഈ കൃതി എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോഴ് താരഞ്ചുകൊണ്ടു പലകൂരമ്പു തീർത്ത ബഹുമാര സ്വരൂപരുചിയെ ദൂരത്തേച്ച സുകുമാരത്തുവാൻ പളനിപൂരമ്പലാധിപനുടെ. അവിടെ നമ്മൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, താരഞ്ചുകൊണ്ട് ഈ വിഷയസുഖങ്ങളാകുന്ന ഇന്ദ്രിയത്തിന്റെ വിഷയസുഖങ്ങളാകുന്ന കൂരമ്പുകൾ തീർത്ത് നമ്മുടെ അതാണ് മാരസ്വരൂപിന്റെ കാമദേവന്റെ സ്വരൂപരുചി അതാണ്. അതിനെ ദൂരത്തയച്ചവനാണ്, സുകുമാരത്തുവാനാണ്, സുന്ദരനാണ്. ആര്? പളനീപുരമാകുന്ന അമ്പലത്തിന്റെ അധീനനായിരിക്കുന്നവൻ സുകുമാരനാണ്, സുന്ദരനാണ്. അവന്റെ സൂര്യപ്രഭാശ്രമണപൂരത്തിലെ സ്ഫുരിതഹീരത്തിൽ ഒന്നിക അവന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ രത്നമാകുന്ന അവന്റെ സൂര്യതുല്യം പ്രകാശിക്കുന്ന സൂര്യപ്രഭകളെ പോലും വെല്ലുന്ന പ്രകാശ ധൂളിമയോടുകൂടിയിരിക്കുന്ന അവന്റെ ഹൃദയത്തിന്റെ ഓരോ സ്ഥലത്ത് അതിന്റെ ഏതെങ്കിലും ചാരത്ത് ഒന്ന് വസിക്കാൻ, അത് തൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ആവാസം സാധ്യമാകുന്നതിന് വേണ്ടി
അല്ലയോ എന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ചേർക്കണേ. അത് മാത്രമാണ് എനിക്ക് ശുഭതമായി തീരുക, ശുഭകരമായി തീരുക. എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ ആനന്ദത്തിനും സാർത്ഥകതയ്ക്കും ശുഭമായ പര്യവസാനത്തിനും അത് മാത്രമാണ് സഹായമായിരിക്കുക എന്നുകൂടി ഭഗവാൻ 28ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴ് 9:30 എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇന്നിവിടെ ഈ പഠനം കൂടി സമർപ്പിക്കാം എന്ന് എൻ്റെ മനസ്സ് പറയുകയാണ്. കാരണം എനിക്കിനിയും ചില ആവശ്യങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്ത് പറയുന്നു? നമുക്ക് ഇനിയും നിർത്താമോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഓക്കെ, അർത്ഥമൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. പിന്നെ ഓരോ ശ്ലോകം എന്തിനെ കുറിച്ചിട്ടാണെന്നും സാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോഴും എഴുതി വെക്കുന്നുണ്ടോ കേൾക്കുന്നതൊക്കെ നോട്ടായിട്ട്? അല്ല, ഫുള്ളായിട്ട് എഴുതില്ല, ഓരോ പദത്തിന്റെ അർത്ഥം എഴുതിയിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. എന്തെങ്കിലും ഇനി സംശയങ്ങളായിട്ട് വല്ലതും പറയാനുണ്ടോ ജയന്തി മഠത്തിനോ? സുബ്രഹ്മണ്യ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കുക. സുബ്രഹ്മണ്യ സ്വരൂപവും മഹിമയും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ നമുക്ക് ഈ ഈ നമ്മുടെ കൃതികൾ കൊണ്ട് നമുക്ക് കഴിയും. ഈ കൃതിയുടെ പഠനം കൊണ്ട് നമുക്ക് കഴിയണം. അതാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ഗുരുവിൻ്റെ ഓരോ കൃതികൾ നമുക്കിപ്പോൾ സുബ്രഹ്മണ്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ വിചാരിക്കും സുബ്രഹ്മണ്യനാണ് ഏറ്റവും മഹിമയുള്ള മൂർത്തിയെന്ന്. ശ്രീനാരായണ ഗുരു പരമഹംസദേവനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗുരുവിന് ഈ പറയുന്ന ദേവതകളെല്ലാം തന്നെ സമമായ മഹിമയോട് കൂടിയിട്ടുള്ളവരാണ്. സുബ്രഹ്മണ്യനെ കുറിച്ചായാലും ശ്രീകൃഷ്ണനെ കുറിച്ചായാലും മഹാവിഷ്ണുവിനെ കുറിച്ചായാലും പരമശിവനെ കുറിച്ചായാലും മഹാവിഷ്ണു ആണെങ്കിലും ദേവിയാണെങ്കിലും ഈ ഏത് ദേവതാമൂർത്തികളെയും ഭഗവാൻ ഉപാസിക്കുമ്പോൾ അദ്വിതീയമായ ഏകമായിരിക്കുന്ന ഏകമായിരിക്കുന്ന ഒരേ ഒരു അനുഗ്രഹമൂർത്തിയായിട്ട് ഈ ദേവതകളെ ഉപാസിച്ചുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ധ്യാനപാതയിലൂടെ മുന്നേറുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും വേറിട്ടവരെ കാണാൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. സുബ്രഹ്മണ്യനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഒരു ദൈവം എന്ന മഹാഗുരു പറയുമ്പോൾ ഇവരെയൊക്കെ സ്തുതിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഒരേ മൂർത്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രാർത്ഥിക്കുക, ഉപാസിക്കുക. പക്ഷെ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ബ്രഹ്മചാരിയായി, സന്യാസിയായി, താപസനായി ഒക്കെ നമ്മൾ ആ ഓരോ പടികളും കടന്ന് അങ്ങോട്ട് ചെന്നെങ്കിൽ മാത്രമേ ആ ഒരു മാനസിക തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇവരൊക്കെ തന്നെ വേറിട്ട ദേവതാ സ്വരൂപങ്ങൾ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ ഒരേ ഒരു സച്ചിദാനന്ദ സ്വരൂപന്മാരായിരിക്കുന്ന ഒരേ ഒരു മൂർത്തി തന്നെയാണ്. ഒരു ദൈവം മാത്രമാണ്. ആ ഏക ദൈവ വിശ്വാസത്തിൻ്റെ പ്രവാചകനായിരുന്നു മഹാഗുരു. പക്ഷേ അവരെ പല രൂപത്തിൽ നമുക്ക് മഹാഗുരു പരിചയപ്പെടുത്തി തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനിയിപ്പം ഞാൻ സുബ്രഹ്മണ്യൻ്റെ കൃതി എടുത്തതിന് ശേഷം ദേവീ സ്തോത്രം നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ ആശയത്തിൽ ഭഗവാന്റെ ഏക ആശ്രയമൂർത്തി, ഉപാസനാമൂർത്തി ദേവിയാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തിൻ്റെ മഹിമ അത്ര വലുതാണ്. ഭഗവാൻ ഒരു ശിലയെ ആരാധിക്കുമ്പോഴും ഒരു മൂർത്തിയെ ആരാധിക്കുമ്പോഴും എല്ലാം തന്നെ അതിൽ ഈശ്വരനെ കാണുകയാണ്. സർവ്വതിലും ഈശ്വരനെ ദർശിക്കുകയാണ്. ഗുരുക്കന്മാരങ്ങനെയാണ്. തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സർവ്വതിലും ഈശ്വരനെ ദർശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ